പഞ്ചമസ്കന്ധത്തില് 15-ാമത്തെ അധ്യായം ആണ്. ഭരതന്റെ വംശത്തിലുള്ള ഗയൻ തുടങ്ങിയതായിട്ടുള്ള രാജാക്കന്മാരുടെ കഥ അത് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളുടെ ഈ ഭാഗവത കുടുംബത്തില് ഇപ്പോൾ ഉള്ള എല്ലാ സത്സംഗങ്ങളിലും പൂർണ്ണമായിട്ട് ഇതില് പങ്കെടുക്കുന്ന നളിനി ഏറ്റുമാനൂര് നളിനി അമ്മയാണ് നമുക്ക് ആ 15-ാമത്തെ അധ്യായം പറഞ്ഞിരുന്നത്. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയെ ഈ ഭാഗവതഹംസം മല്ലൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഭാഗവത നവാഹി യജ്ഞത്തില് 3-ാം ദിവസത്തെ പഞ്ചമസ്കന്ധം 15-ാമത്തെ അധ്യായം പറയുവാൻ വേണ്ടിയിട്ട് പാദങ്ങൾ നമസ്കരിച്ച് ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു. ശ്രീ ഹരേ നമ. ശ്രീ ഗുരുഭ്യോ നമ. ഗം ഗണപതേ നമ. സംസരസ്വതീ നമ. തും ഗുരുഭ്യോ നമ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഏറ്റുമാനൂരപ്പാ ശരണം. യോന്തർപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാം സഹസ്രചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രഭാഷണമൊക്കെ പറയുന്നത്. പിന്നെ പ്രഭാഷണം എന്നൊക്കെ പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് മൻതിരുമിനിയുടെ പാദങ്ങളിൽ ആദ്യം നമസ്കരിക്കട്ടെ. എല്ലാ ആചാര്യ പരമ്പരയും സ്മരിച്ചുകൊണ്ട് സുഹൃതികളായ എല്ലാ ഭാഗവത പ്രേമികളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എനിക്കറിയാവുന്നത് അറിയാം. പഞ്ചമസ്കന്ധത്തിലെ 15-ാമത്തെ അധ്യായമാണ് ഗുരുവായൂരപ്പൻ എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ആചാര്യന്മാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പഞ്ചമ വാർപ്പില് പഞ്ചാര പായസമാ ഉള്ളതെന്ന്. അപ്പൊ അതിന്റെ ഒരു തുള്ളിയല്ലേ കിട്ടിയത്. അത് പറ്റുന്ന പോലെ ആസ്വദിക്കാം. അതിന് ഗുരുവായൂരപ്പനോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യം ഇങ്ങനെ തുടങ്ങട്ടെ. ഈ പായസം എവിടുന്ന് കഴിച്ചാലും എങ്ങനെ കഴിച്ചാലും അതിന്റെ സ്വാദിന് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ പഞ്ചമത്തില് 15-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞപ്പോ ഞാൻ അത് എടുത്തു നോക്കിയപ്പോ അതിലെന്താ പറയാനുള്ളത് എന്ന് എനിക്ക് തോന്നി. ഒന്നുമില്ല. ഭരതന്റെ വംശം പറയുന്ന ഒരു ചെറിയ അധ്യായം, ആകെ 16 ശ്ലോകങ്ങളുള്ള ഒരു ചെറിയ അധ്യായം. ഇതെന്തിനായിരിക്കും ഗുരുവായൂരപ്പൻ എനിക്ക് തന്നത്? എനിക്ക് പറഞ്ഞ് പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പൊ എനിക്കിത് തന്നത് എന്തിനാണെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാ ഭാഗവതത്തിലെ എല്ലാ വാക്കുകളും പ്രാധാന്യമുള്ളതാണ്. ഒന്നിനും പ്രാധാന്യം ഇല്ലാതില്ലല്ലോ. അപ്പൊ എനിക്കറിയാവുന്ന പോലെ അതിനെപ്പറ്റി പറയട്ടെ. സ്വയംഭൂ മനു ശതരൂപാദേവി. പ്രജാസൃഷ്ടിക്കായിട്ട് ബ്രഹ്മാവ് സ്വന്തം ശരീരം 2ആയിട്ട് പകുത്ത് സൃഷ്ടിച്ച മിഥുനങ്ങൾ, അവരാണ് സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ സൃഷ്ടി നിർവഹിച്ച ആദ്യത്തെ ദമ്പതികൾ. ഇവരുടെ 5 മക്കളിൽ മൂത്ത പുത്രനായ പ്രിയവ്രതന്റെ കഥയാണ് പഞ്ചമസ്കന്ധത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി 4 പേരുടെയും കഥകൾ നമ്മൾ ചതുർത്ഥ സ്കന്ധത്തിലൊക്കെ കേട്ടു കഴിഞ്ഞു. പ്രിയവ്രതന്റെ പുത്രനാണ് ആഗ്നീദ്രൻ. ആഗ്നീദ്രന്റെ പുത്രൻ നാഭി. നാഭിയുടെ പുത്രനായി ഭഗവാൻ ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചു. ഋഷഭദേവന് 100 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്തയാളാണ് ഭരതൻ. ഈ ഭരതന്റെ വംശപരമ്പരയാണ് 15-ാം അധ്യായത്തിൽ പറയുന്നത്. ഭരതന്റെ മൂത്ത പുത്രനായിരുന്നു സുമതി. മുത്തശ്ശനായ ഋഷഭദേവനെ പോലെ അവധൂതനായി ജീവിച്ചു. അദ്ദേഹത്തിന് വൃദ്ധസേന എന്ന പത്നിയിൽ ദേവതാജിത്ത് എന്ന പുത്രനുണ്ടായി. ദേവതാജിത്തിന് ആസുരിയിൽ ദേവദ്യുമ്നനുണ്ടായി. ദേവദ്യുമ്നന്റെ ഭാര്യ ധേനുമതി, പുത്രൻ പരമേഷ്ടി. പരമേഷ്ടി പത്നി സുവർച്ചല, പുത്രൻ പ്രതീഹൻ. പ്രതീഹൻ ഭഗവത് ഭക്തനും മഹാത്മാവുമായിരുന്നു. പലർക്കും ആത്മവിദ്യ ഉപദേശിച്ചിരുന്നു. പ്രതീഹന്റെ പത്നിയുടെ പേരും സുവർച്ചല എന്ന് തന്നെയായിരുന്നു. ഇവർക്ക് പ്രതിഹർത്താവ്, പ്രസ്തോതാവ്, ഉദ്ഗാതാവ് എന്ന 3 പുത്രന്മാർ ഉണ്ടായി.
ഇവർ 3 പേരും യജ്ഞകർമ്മങ്ങളിൽ നിപുണന്മാരായിരുന്നു. പ്രതിഹർത്താവിന് സ്തുതി എന്ന ഭാര്യയിൽ അജൻ, ഭൂമാവ് എന്ന് 2 പുത്രന്മാരുണ്ടായി. ഭൂമാവിന് ഋഷികുല്യയിൽ ജനിച്ച പുത്രനാണ് ഉദ്ഗീഥൻ. ഉദ്ഗീഥന്റെയും ദേവകുല്യയുടെയും പുത്രൻ പ്രസ്താവൻ. പ്രസ്താവനും നിരുത്സയ്ക്കും ഉണ്ടായ പുത്രൻ വിഭു. വിഭുവിന്റെ പുത്രൻ പൃഥുഷേണൻ. പൃഥുഷേണന്റെ പുത്രൻ നക്തൻ. നക്തനും നക്തന്റെ പത്നിയായ ദ്രുതിക്കും ഉണ്ടായ മകനാണ് ഗയൻ. ഈ ഗയന്റെ കഥയാണ് 15ാമത്തെ അധ്യായത്തില് പറയുന്നത്. ഭഗവാന്റെ അവതാരമായിരുന്നു, ഒരു അംശാവതാരം അല്ലെങ്കിൽ കലാവതാരം എന്നൊക്കെ പറയാവുന്ന ഒരു അവതാരമായിരുന്നു ഈ ഗയൻ. അപ്പൊ നമുക്കിപ്പോ ഈ അംശാവതാരം, പൂർണ്ണാവതാരം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ഒന്ന് നോക്കാം. ഒരു തരത്തിൽ പറഞ്ഞാല് ഭഗവാന്റെ അവതാരങ്ങൾക്ക് എണ്ണമില്ല. അവതാര ഹ്യസംഖ്യേയ ഹരേ സത്വനിധേർദ്വിജ എന്ന് പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്, ഭഗവാനിൽ നിന്നുണ്ടായവ തന്നെയാണ്. ഓരോന്നിലും ഭഗവാന്റെ കലകളും ശക്തികളും ഐശ്വര്യവും ഒക്കെ വിവിധമായ പല പല അളവുകളിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളും ഒക്കെ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. നമ്മൾക്കും ആ കൊച്ചൊരു ചെറിയ അളവിലേ ഉള്ളൂ ഭഗവാന്റെ അംശം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ, അതായത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ 16 കലകളും ഷഡ്ഗുണങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടുള്ള അവതാരമാണ്, പൂർണ്ണമായിട്ട് കാണാവുന്ന അവതാരമാണ് പൂർണ്ണ അവതാരം എന്ന് പറയുന്നത്. കൃഷ്ണാവതാരം മാത്രമാണ് പൂർണ്ണ അവതാരമായിട്ട് കണക്കാക്കുന്നത്. ഭാഗവതം തന്നെ പറയുന്നു, ഏതേ ചാംശ കലാ പുംസ കൃഷ്ണസ്യ ഭഗവാൻ സ്വയം എന്ന്. രാമാവതാരത്തിന് ചിലരൊക്കെ പൂർണ്ണാവതാരമായിട്ട് പറയാറുണ്ട്. പക്ഷേ രാമാവതാരത്തിൽ ഭഗവാൻ മാനുഷികമായ പരിമിതികൾ സ്വയം ഏറ്റെടുത്തു. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ സീതയെ രാവണൻ കൊണ്ടുപോയ സമയത്ത് ശ്രീരാമൻ എന്താ ചെയ്തത്? ഒരു സാധാരണ മനുഷ്യനെ പോലെ കരഞ്ഞു വിളിച്ച് എന്റെ ഭാര്യയെ കാണാനില്ല, എല്ലാരും സഹായിക്കണേ, വാനരന്മാരെ പോലും സഹായത്തിന് വിളിച്ച് അങ്ങനെ ഒരു മാനുഷികമായ രീതിയിലാണ് രാമൻ പെരുമാറിയത്. അതേ സമയത്ത് ബ്രഹ്മമോഹനത്തിന്റെ സമയത്ത് ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപന്മാരെയും ഒക്കെ മറിച്ചപ്പോ ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാൻ ചിന്തിക്കേണ്ടി വന്നേയില്ല. ഭഗവാൻ സ്വയം ഗോക്കളും പശുക്കളും ഒക്കെ ആയിട്ട് രൂപം മാറി. ഭഗവാൻ ഇത് ബ്രഹ്മാവിന്റെ അഹങ്കാരം നശിപ്പിക്കാനാണ് ഭഗവാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് പൂർണ്ണ അവതാരം. അത് കഴിഞ്ഞ അംശാവതാരം എന്ന് പറഞ്ഞാല് ഈ ഭഗവാന്റെ ശക്തിയുടെ ഒരു അംശം മാത്രം സ്വീകരിച്ചുകൊണ്ട് വരുന്ന അവതാരങ്ങളാണ് അംശാവതാരം എന്ന് പറയുന്നത്. അത് അധികവും ഒരു ഉദ്ദേശത്തിന് വേണ്ടി, എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി സ്വീകരിക്കുന്ന അവതാരങ്ങളെയാണ് അംശാവതാരം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മത്സ്യം, കൂർമ്മം, വരാഹം, ദശാവതാരങ്ങൾ മിക്കവാറും അങ്ങനെയൊക്കെയാണ്. ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രം, ആ ഉദ്ദേശം കഴിഞ്ഞാല് തിരിച്ചു പോണ അവതാരങ്ങളാണ് അംശാവതാരങ്ങൾ. അംശാവതാരങ്ങളിൽ ഉള്ളതിലും കുറച്ച് അംശം മാത്രം ഭഗവത് ശക്തിയുള്ള അവതാരങ്ങളാണ് കലാവതാരങ്ങൾ. ഈ ലോകത്തിന് ജ്ഞാനം, ധർമ്മം ഇവ ഉപദേശിക്കുന്നതിന് വേണ്ടി ഭഗവാൻ രൂപമെടുത്ത് വരുന്നതാണ് കലാവതാരങ്ങൾ. അതിന് ഉദാഹരണം പറഞ്ഞാല് നാരദ മഹർഷി, വ്യാസൻ, കപിലൻ, പൃഥു അവരൊക്കെ കലാവതാരങ്ങളാണ്. അപ്പൊ നമ്മള് ഗയൻ എന്ന രാജാവിന്റെ ചരിതമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സാക്ഷാൽ ഭഗവാനായ മഹാവിഷ്ണു തന്നെ ലോകരക്ഷയ്ക്ക് വേണ്ടി സത്വഗുണത്തെ സ്വീകരിച്ച് ചെയ്ത അവതാരമാണ് ഗയൻ. ഒരു രാജാവിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ രാജ്യപാലനമാണ്. ആ രാജ്യപാലനം, പ്രജാപോഷണം, ലാളനം, അനുശാസനം എന്നിവയും യാഗയജ്ഞാദികളും വേണ്ട പോലെ ആചരിച്ചു ഈ ഗയൻ എന്ന രാജാവ്. അതായത് അദ്ദേഹം ക്ഷത്രിയ ധർമ്മം തെറ്റാതെ പ്രജകളെ ദുർജനബാധകൾ കൂടാതെ രക്ഷിക്കുകയും നല്ല ഭക്ഷണം കൊടുത്ത് പോഷിപ്പിക്കുകയും പ്രിയ വസ്തുക്കൾ കൊണ്ടും പ്രിയമായ ഭാഷണം കൊണ്ടും സന്തോഷിപ്പിക്കുകയും ശാസന കൊണ്ട് നേർവഴിക്ക് നടത്തുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാർപ്പണമായ കർമ്മയോഗം കൊണ്ടും
ജ്ഞാനികളോടുള്ള സത്സംഗം കൊണ്ടും അദ്ദേഹത്തിന് ഭഗവാനിൽ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടായി. ഇതുകൊണ്ട് ശുദ്ധമായ അന്ധകരണത്തിൽ ദേഹാത്മഭാവന ഇല്ലാതായി. ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ കഴിഞ്ഞു എങ്കിലും സ്വധർമ്മത്തെ ഉപേക്ഷിക്കാതെ രാജ്യപാലനം ചെയ്തു. ഗയന്റെ മഹിമയെ വിദ്വാൻമാർ പ്രകീർത്തിച്ചു. യാഗാദി കർമ്മങ്ങൾ വിധിപ്രകാരം നടത്തുന്ന ഗയനെ എല്ലാവരും ബഹുമാനിച്ചു. സർവജ്ഞനും ധർമ്മം വിട്ട് ചരിക്കാത്തവനും സർവ ഐശ്വര്യങ്ങളുടെയും വിളനിലവും ആയിരുന്നു ഗയൻ. സജ്ജനങ്ങളുടെ സദസ്സിനെ നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രൻ എന്ന പോലെ ശോഭിച്ചു അദ്ദേഹം. പതിവ്രതാരത്നങ്ങളായ ദക്ഷപുത്രിമാർ ശ്രദ്ധ, ദയ, മൈത്രി എന്നിവർ പുണ്യതീർത്ഥം കൊണ്ട് ഗയനെ അഭിഷേകം ചെയ്തു. ഗയന്റെ ഗുണവിശേഷങ്ങൾ കൊണ്ട് സംപ്രീതയായ ഭൂമിദേവി പൃഥുവിന്റെ കാലത്ത് എന്ന പോലെ ഗോരൂപിണിയായി പ്രജകൾക്ക് വേണ്ടതെല്ലാം ചുരുത്തി കൊടുത്തു. രാജ്യം സമ്പദ് സമൃദ്ധമായി എന്നർത്ഥം. പ്രജകൾക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമായി തീർന്നു. രാജാക്കന്മാർ ഗയനെ ചക്രവർത്തിയായി അംഗീകരിച്ചു. ബ്രാഹ്മണർ അവരുടെ പുണ്യകർമ്മങ്ങളുടെ 1/6 രാജാവിനായി സമർപ്പിച്ചു. ബ്രാഹ്മണർക്ക് യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്താനുള്ള സൗകര്യവും എല്ലാം ഗയൻ ചെയ്തു കൊടുത്തു. അവരെ സംരക്ഷിച്ചത് കൊണ്ട് അവരുടെ പുണ്യത്തിന്റെ 1/6 അവർ ഗയന് വേണ്ടി കൊടുത്തു, സമർപ്പിച്ചു. യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തുമ്പോ സോമരസം വിളമ്പാറുണ്ടല്ലോ. ഗയൻ നടത്തിയ യാഗങ്ങളിൽ ദേവേന്ദ്രൻ നേരിട്ട് വന്ന് സോമപാനം നടത്തി മതോന്മത്തനായി തീരാറുണ്ടായിരുന്നത്രേ. പിന്നെ യജ്ഞഫലം, ഭഗവാൻ നേരിട്ട് വന്ന് യജ്ഞഫലം സ്വീകരിക്കാറുണ്ടായിരുന്നു ഗയന്റെ യജ്ഞങ്ങളിൽ. ഒരു ശ്ലോകം പറയുന്നത് യത്പ്രീണനാത് ബർഹിഷി ദേവതിര്യങ് മനുഷ്യവീരുതൃണമാവിരിഞ്ചാത് പ്രിയേത സദ്യ സഹ വിശ്വജീവ പ്രീത സ്വയം പ്രീതിമഗാദ്യയസ്യ. യാഗത്തില് ഭഗവാൻ സന്തോഷിച്ചാൽ പിന്നെ വേറെ ആരും സന്തോഷിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും സന്തോഷിക്കും. ഭഗവാനാണെങ്കില് നിത്യതൃപ്തനാണ്, ഭഗവാനെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാൻ ഗയന്റെ യാഗങ്ങളിൽ നേരിട്ട് വന്ന് ഞാൻ നിന്റെ പ്രവൃത്തിയിൽ തൃപ്തനാണ്, ഞാൻ നിന്നിൽ സന്തുഷ്ടനാണ് എന്ന് നേരിട്ട് പറഞ്ഞ യാഗഫലത്തെ സ്വീകരിച്ചു. അങ്ങനെ അത്രയ്ക്കും മാഹാത്മ്യമുള്ള രാജാവായിരുന്നു ഗയൻ. ഈ ഗയന്റെ ചരിത്രമാണ് 15-ാം അധ്യായത്തിൽ പറയുന്നത്, ഭരതവംശാനുവർണ്ണനത്തിൽ പറയുന്നത്. അപ്പോ ഇതിന്റെ എനിക്ക് എങ്ങനെ തോന്നിയത്, ഇത് നമുക്ക് നല്ലോണം മനസ്സിലാവണമെങ്കിൽ ഇതിനു മുമ്പത്തെ അധ്യായത്തിൽ പറഞ്ഞ ഭരതന്റെ കഥയും കൂടെ ഒന്ന് അനുസ്മരിക്കണം എന്ന് തോന്നുന്നു. അതിന് മുമ്പത്തെ അധ്യായങ്ങളിലൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞ കഥയാണ് ഭരതന്റെ കഥ. ഭരതൻ ഭഗവാന്റെ തന്നെ അവതാരമായ ഋഷഭദേവന്റെ പുത്രനായിരുന്നു. പരമഭാഗവതനും മഹാത്മാവും ആയിരുന്നു. പിതാവിന്റെ നിർദ്ദേശം അനുസരിച്ച് രാജ്യഭരണമൊക്കെ നടത്തി പ്രായമായപ്പോ വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിൽ പോയി ഏകനായി ഭഗവാനെ സ്മരിച്ചിരിക്കാം എന്ന് വിചാരിച്ചു പോയി. പക്ഷെ അവിടെ ചെന്നപ്പോ എന്താ സംഭവിച്ചത്? പ്രാരബ്ധ കർമ്മം കൊണ്ട് അദ്ദേഹത്തിന് ഒരു മാൻകുട്ടിയിൽ ആസക്തി ഉണ്ടാവുകയും അതിനെ ആശ്രമത്തിൽ കൊണ്ടുപോയി വളർത്തുകയും അവസാനം ഭഗവാനെ മറന്നും മാൻകുട്ടിയെ സ്നേഹിക്കാൻ തുടങ്ങി ഭരതൻ. അങ്ങനെ അദ്ദേഹത്തിന് മരണസമയത്തും ഞാൻ പോയാൽ പിന്നെ ഈ മാനിനാരാണ് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ദേഹം ഉപേക്ഷിച്ചത്. അപ്പോ നമ്മള് യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം എന്നാണല്ലോ. അപ്പൊ ആരെ സ്മരിച്ചുകൊണ്ട്, എന്ത് സ്മരിച്ചുകൊണ്ട് ജീവൻ ഉപേക്ഷിക്കുന്നോ, ദേഹം ഉപേക്ഷിക്കുന്നോ, ജീവനല്ല ദേഹമാണ് നമ്മൾ ഉപേക്ഷിക്കുന്നത്, ദേഹം ഉപേക്ഷിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് അടുത്ത ജന്മം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ ഭരതന് ഈ മാൻകുട്ടി അതിന് കുറച്ച് പ്രായമായ അത് അതിന്റെ കാര്യം നോക്കി കാട്ടിലേക്ക് പൊക്കോളുമായിരുന്നു. പക്ഷെ ഭരതൻ അതിനെ വിട്ടില്ല. അതിനോടുള്ള സംഘം കൂടിക്കൂടി വന്നിട്ട് അതിനെപ്പറ്റി ഓർത്തുകൊണ്ട് മരിച്ചത് കാരണം അടുത്ത ജന്മത്തിൽ ഭരതൻ ഒരു മാനായിട്ട് ജനിക്കാനിടയായി. പക്ഷെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന്
പൂർവ്വജന്മ സ്മരണ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ജന്മം തനിക്ക് പറ്റിയ അബദ്ധം എന്തായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ മാനിന്റെ ജന്മത്തില് മാൻ സ്വന്തം അമ്മയോട് പോലും സംഘം വെക്കാതെ ജീവിക്കുകയും അവസാനം ചക്രനദിയിലെ ആ മൃഗശരീരം ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ മൃഗജന്മത്തില് നമുക്ക് മോക്ഷം കിട്ടില്ല. ആർക്കും മോക്ഷം, മുക്തി ലഭിക്കണമെങ്കിൽ മനുഷ്യജന്മം തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് ഭരതന് വീണ്ടും ഒരു ജന്മം കൂടെ ജനിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, ജഡഭരതനായിട്ട് ജീവിച്ചു, ജഡനായിട്ട് ജീവിച്ചു. ആരോട് സംസാരിക്കില്ല, ഒന്നും ചെയ്യില്ല. അങ്ങനെ ഒരു എന്താണ് മത്തനെ പോലെ ജഡനെ പോലെ ജീവിച്ചു. ജഡഭരതൻ എന്ന് പേരും വന്നു. അവസാനം നമുക്ക് കഥയൊക്കെ അറിയാം. രഘുഗണ രാജാവിനെ പല്ലക്ക് ചുമക്കാൻ പോകുമ്പോ പല്ലക്കാടി ഒലഞ്ഞു. രഘുഗണ രാജാവ് അദ്ദേഹത്തിനെ ശകാരിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോ അത് കേട്ടപ്പോഴാണ് ഈ ഭരതൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. അതുവരെ ഭദ്രകാളിക്ക് ബലി കൊടുക്കാൻ കൊണ്ടുപോയപ്പോ പോലും അദ്ദേഹം നിസ്സംഗനായിട്ട് ഇരിക്കുകയായിരുന്നു, ഒരു വാക്കുപോലും സംസാരിക്കാതെ. പക്ഷേ ഈ രഘുഗണന്റെ ശകാരം വന്ന സമയത്ത് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. തത്വങ്ങളെല്ലാം, ഭഗവത് തത്വങ്ങളോ ജീവിത ആത്മാ ഉപദേശം മുഴുവൻ രഘുഗണന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തനിക്ക് വിധിച്ച ആയുസ് മുഴുവൻ തീരണല്ലോ എന്ന് പറഞ്ഞിട്ട് ദേശാടനത്തിന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ രണ്ട് കഥയും ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാവുന്നത്. അതായത് ഒരാള് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്ത് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ പോയിട്ട് പോലും ഒരു മാൻകുട്ടിയോട്, ഒരു പ്രപഞ്ച വസ്തുവിനോടുണ്ടായ സംഘം നിമിത്തം അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് പിന്നെ 2 ജന്മം കൂടെ എടുക്കേണ്ടി വന്നു. ഭഗവത് പ്രാപ്തി, മോക്ഷം നേടാൻ പിന്നെ 2 ജന്മം കൂടെ എടുക്കേണ്ടി വന്നു. പക്ഷേ ഗയനോ, അദ്ദേഹം വാനപ്രസ്ഥത്തിനൊന്നും പോയില്ല. അദ്ദേഹം എന്താ ചെയ്തത്? സ്വധർമ്മങ്ങളൊക്കെ വേണ്ടവണ്ണം നിർവഹിച്ച് അവിടെ തന്നെ താമസിക്കുന്നിടയ്ക്ക് തന്നെ കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഭഗവത് സാധിക്കാൻ പറ്റി. ഭഗവത് പ്രാപ്തി നേടാൻ സാധിച്ചു. ഇപ്പൊ സകല സമ്പത്തും ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ആസക്തി ഉണ്ടായിരുന്നില്ല. അധികാരം ഉണ്ടായിരുന്നെങ്കിലും അഹങ്കാരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭഗവാനെ മറക്കാതെ ഭഗവത് അർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കർമ്മയോഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭഗവത് സാക്ഷാത്കാരം നടക്കും എന്നാണ് ഗെയിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഒരിടത്ത് എല്ലാം ഉപേക്ഷിച്ച് പോയ ആളിനെയും ഒരിടത്ത് ഇങ്ങനെ രണ്ടുപേരെയും കൂടെ കാണിച്ചിട്ടാണ് നമുക്ക് ഇത് പറഞ്ഞിരുന്നത്. എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു. ഒരു ഇത്രയുമാണ്. പിന്നെ ഇനിയും അവസാനം ഗയന്റെ പരമ്പരയിൽ വന്ന ബാക്കി രാജാക്കന്മാരുടെയൊക്കെ പേരും കൂടെ പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. പ്രിയവ്രതന്റെ വംശപരമ്പരയിലുള്ള എല്ലാ രാജാക്കന്മാരും മഹാന്മാരായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്കുള്ളവരുടെ പേരൊക്കെ പറഞ്ഞിട്ട്, ഇടയ്ക്ക് ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് അവര് മഹാനായിരുന്നു, അവര് പുണ്യപ്രവൃത്തി ചെയ്തവരായിരുന്നു, വിദ്വാനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരമ്പരയിലുള്ള എല്ലാവരും മഹാന്മാരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം സമർപ്പിക്കുന്നത്. ഭഗവാന്റെ ഞാൻ പറഞ്ഞ വാക്കുകൾ ഗുരുവിന്റെയും ഗുരുവായൂരപ്പന്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അസാരേ സംസാരേ വിഷസംഗാകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത സുഗഗാഥാതുലസുതാം കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുത്സിത കഥേ പരീക്ഷിത് സാക്ഷി യത്ര ശ്രവണഗതം മുക്ത്യുക്തി കഥനേ. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിക കലിയായ കാലമിതിൽ അതുകൊണ്ടു മോക്ഷഗതി എഴുതെന്നു കേൾപ്പു. ഹരിനാരായണായ നമ. ശ്രീ ഹരേ നമ. ശ്രീ ഗുരുഭ്യോ നമ. സർവ ഗുരുവായൂരപ്പ ഭക്തി ഉണ്ടാക്കി തരണേ. ഹരേ കൃഷ്ണ.